പുരാണങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രാക്ഷസ രാജാവ് ആരാണ് എന്ന് ചോദിച്ചാൽ 90% ആളുകളും പറയുന്നത് രാമായണത്തിലെ രാവണൻ്റെ പേരായിരിക്കും. രാവണൻ വെറും ലങ്കയിലെ മാത്രം രാജാവായിരുന്നു. എന്നാൽ നമ്മുടെ പ്രപഞ്ചമടക്കം 1008 പ്രപഞ്ചങ്ങൾക്കും ചക്രവർത്തിയായിരുന്ന ശൂരപത്മനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഭഗവാൻ മുരുകൻ ജന്മമെടുത്തതുപോലും ഈ അസുരനെ നിഗ്രഹിക്കാൻ വേണ്ടിയായിരുന്നു. ഇത്രയും ശക്തനായ ഒരു ഭഗവാൻ ജന്മമെടുക്കണമെങ്കിൽ ആ അസുര രാജാവ് എത്രമാത്രം ശക്തനായിരുന്നിരിക്കും? ആ ശൂരപത്മൻ്റെയും ദേവസേനാപതി മുരുകൻ്റെയും കഥയാണ് സ്കന്ദപുരാണം. പഠിച്ചാലോ അല്ലെങ്കിൽ ആരെങ്കിലും വഴി അറിഞ്ഞാലോ നമ്മുടെ കർമ്മഫലങ്ങളെ എഴിച്ചു കളയുന്ന സ്കന്ദപുരാണത്തെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇതൊരു പുതിയ പ്ലേലിസ്റ്റാണ്. കാരണം സ്കന്ദപുരാണം ഒരിക്കലും 1-2 വീഡിയോകളിൽ ചെയ്യുവാൻ കഴിയുകയില്ല. പണ്ട് 60 കോടി അസുരന്മാർക്ക് രാജാവായിരുന്നു അസുരേന്ദ്രൻ. എന്നാൽ ദേവന്മാരുടെ നിത്യമായ ആക്രമണത്തിൽ അസുരവംശം നശിച്ചുകൊണ്ടിരുന്നു. അസുരേന്ദ്രൻ്റെ പുത്രിയായിരുന്നു മായ. അവൾക്ക് മായ എന്ന് പേര് വരുവാൻ കാരണം ഈ പ്രപഞ്ചത്തിലുള്ള അത്രയും മായവിദ്യകൾ മായയ്ക്ക് സ്വന്തമായിരുന്നു. അവളുടെ ഗുരു അസുരഗുരു ശ്രീ ശുക്രാചാര്യർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആജ്ഞപ്രകാരം നശിച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ അസുരവംശത്തെ രക്ഷിക്കുവാൻ മായ തീരുമാനിക്കുന്നു. പക്ഷേ എങ്ങനെ? അതായിരുന്നു മായയുടെ മുമ്പിലുള്ള പ്രശ്നം. അപ്പോഴാണ് മായ ആ വിവരം ഗുരു വഴി അറിയുന്നത്. യോഗതപത്താൽ ശക്തിയാർജിച്ച ബ്രഹ്മപുത്രനായ കശ്യപ മഹർഷി അവരുടെ അടുത്ത് ഉള്ളതായി. ഉടനെ മായ വളരെ വശ്യമായ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് യാത്രയായി. മായ തൻ്റെ മായശക്തിയാൽ അദ്ദേഹം വസിച്ചിരുന്ന ആ വനത്തെ ഇന്ദ്രലോകമാക്കി മാറ്റി. കണ്ണുകൾ തുറന്ന കശ്യപ മഹർഷി മായയുടെ അഴകിൽ തന്നെ മറന്നു. എന്തു വരമാണ് നിനക്ക് വേണ്ടത് എന്ന് അദ്ദേഹം അവളോട് ചോദിച്ചു. താൻ പ്രതീക്ഷിച്ചിരുന്ന ചോദ്യം കേട്ട മായ ഇങ്ങനെ പറഞ്ഞു: ഞാൻ ഏത് ജീവിയുടെ രൂപമാണോ എടുക്കുന്നത് അങ്ങും ആ രൂപത്തിൽ എന്നെ പിന്തുടരണം എന്ന്. ഉടനെ മായ തൻ്റെ ശക്തിയാൽ വലിയ നിറയെ അറകൾ നിറഞ്ഞ ഒരു മാളികയുണ്ടാക്കി. ഇരുവരും ഒരു അറയിൽ പ്രവേശിച്ചു. അവർ ഇരുവരും ചേർന്ന് ആദ്യമായി ജന്മം നൽകിയത് ശൂരപത്മന് ആയിരുന്നു. അവർക്ക് ശരീരത്തിൽ ഉണ്ടായ വിയർപ്പിൽ നിന്നും 30,000 അസുരന്മാർ വേറെയും ഉണ്ടായി. ശേഷം മായ മഹർഷിയെയും കൊണ്ട് അടുത്ത അറയിലേക്ക് പ്രവേശിച്ചു. ഈ പ്രാവശ്യം സിംഹത്തിന്റെ രൂപത്തിലായിരുന്നു അവർ. അതിനാൽ അവർക്ക് ജനിച്ച അസുരന്റെ പേര് സിംഹമുഖൻ എന്നായിരുന്നു. വീണ്ടും അവർക്ക് വന്ന വിയർപ്പിൽ നിന്നും 40,000 വേറെ അസുരന്മാർ ഉണ്ടായി. അവിടെ നിന്നും ആനയുടെ രൂപത്തിലായിരുന്നു മഹർഷിയും മായയും അടുത്ത അറയിലേക്ക് പ്രവേശിച്ചത്. അവിടെ അവർക്ക് ആദ്യമുണ്ടായ അസുരന് അവർ പേര് നൽകിയത് താരകാസുരൻ എന്നായിരുന്നു. വീണ്ടും ശരീരത്തിൽ വന്ന വിയർപ്പിൽ നിന്നും 40,000-ഓളം അസുരന്മാർ വേറെയും ഉണ്ടായി. അവിടെ നിന്നും അവർ ആടിൻ്റെ രൂപത്തിലായിരുന്നു അടുത്ത അറയിലേക്ക് പ്രവേശിച്ചത്. അവിടെയുണ്ടായ കുഞ്ഞിന് അവർ അജമുഖി എന്ന് പേര് കൊടുക്കുകയും ചെയ്തു. അവിടെയും ധാരാളം അസുരന്മാർ വേറെയും ഉണ്ടായി. അങ്ങനെ പല അറകളിലായി പല ജീവിയുടെ രൂപത്തിൽ അവർ പ്രവേശിക്കുകയും നിറയെ അസുരന്മാർക്ക് ജന്മം കൊടുക്കുകയും ചെയ്തു. എല്ലാ അസുരന്മാർക്കും ജന്മം നൽകിയ ശേഷം കശ്യപ മഹർഷിയും മായയും മക്കളെ എല്ലാവരെയും വിളിച്ചു. എല്ലാവരെയും കണ്ട മഹർഷിയും മായയും അതിലില്ലാത്ത സന്തോഷത്തിലായി. മഹർഷി അവരോടായി പറഞ്ഞു തുടങ്ങി: ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും ശക്തിമത്തായതും മഹത്തായതും എന്താണ് എന്ന് ചോദിച്ചാൽ ധ്യാനവും യാഗവുമാണ്. ദേവന്മാർ ഇത്രയും ശക്തിയും സമ്പത്തും നേടിയത് ധ്യാനങ്ങൾ കൊണ്ടും യാഗങ്ങൾ കൊണ്ടുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും എത്രയും പെട്ടെന്ന് ഭഗവാൻ പരമശിവനെ നോക്കി ധ്യാനവും യാഗവും ആരംഭിക്കുക. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന മായ പറഞ്ഞു: മക്കളെ, നിങ്ങളുടെ പിതാവ് പറഞ്ഞത് വളരെ ശരിയാണ്. എന്നാൽ എല്ലായ്പ്പോഴും ധ്യാനം ചെയ്യുക എന്നത് അദ്ദേഹത്തെ പോലെയുള്ള മഹർഷിമാർക്ക് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. നിങ്ങൾ യാഗവും ധ്യാനവും ചെയ്യുക, പക്ഷേ അത് സമ്പത്തിന് വേണ്ടിയും ശക്തിക്ക് വേണ്ടിയുമായിരിക്കണം. ആ ദേവന്മാർ നമ്മുടെ ശത്രുക്കളാണ്. അവരെ നേരിടണമെങ്കിൽ നിറയെ സമ്പത്തും ശക്തിയും നമുക്ക് ആവശ്യമാണ്. ആ ദേവന്മാരെക്കാളും സമ്പത്തും ബലവും നമുക്ക് വേണം. അവരെ ഈ ലോകത്ത് നിന്നും തുടച്ചു നീക്കണം. അതിനായി ഇപ്പോൾ തന്നെ നിങ്ങൾ യാഗവും ധ്യാനവും ആരംഭിക്കുക. നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും എൻ്റെ മായ ശക്തിയാൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഞാൻ തരുന്നതാണ്. അസുരപട തങ്ങളുടെ മാതാവിൻ്റെ ആജ്ഞപ്രകാരം പുറപ്പെട്ടു. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന മഹർഷിക്ക് ഇതൊന്നും മനസ്സിലായില്ല. അദ്ദേഹത്തോടായി മായ ഇങ്ങനെ പറഞ്ഞു: അങ്ങയോട് ഞാൻ അടുത്തത് എനിക്ക്
എനിക്ക് ഇത്രയും മക്കളെ ആവശ്യമായിരുന്നു. ഞാൻ വെറും ഒരു മായ മാത്രമാണ്. അങ്ങ് അത് മനസ്സിലാക്കി അങ്ങയുടെ യഥാർത്ഥ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോവുക എന്ന് പറഞ്ഞ് മായ മറിഞ്ഞു. കൂടെ അവിടെ ഉണ്ടായിരുന്ന മാളികയും അപ്രത്യക്ഷമായി. ആ ക്ഷണത്തിൽ അവിടെ ബ്രഹ്മദേവൻ എത്തിച്ചേർന്നു. ബ്രഹ്മദേവൻ ചോദിച്ചു, നീ ചെയ്ത പ്രവൃത്തികൾ നിന്നെപ്പോലെ ധ്യാനയോഗത്തിലൂടെ ഇത്രയും ശക്തി ആർജിച്ച ഒരു മഹർഷിക്ക് ചേർന്നതാണോ കശ്യപ? അപ്പോഴാണ് മഹർഷിക്ക് തൻ്റെ തെറ്റ് മനസ്സിലായത്. ഇത്രയും സമയം താൻ കാമഭോഗത്തിന്റെ വഴിയിൽ ആയിരുന്നു എന്ന്. തെറ്റ് മനസ്സിലാക്കിയ അദ്ദേഹം പിതാവിൻ്റെ കയ്യിൽ നിന്നും അനുഗ്രഹം വാങ്ങി വീണ്ടും കഠിനമായ ആത്മീയ സാധനകൾ ആരംഭിച്ചു. മറുപുറം മായയുടെ ആജ്ഞപ്രകാരം ശൂരപത്മന്റെ നേതൃത്വത്തിൽ അസുരപ്പട യാഗത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. യാഗത്തിനായി നിർമ്മിച്ച ഹോമകുണ്ഡം ഇതുവരെ ആരും നിർമ്മിക്കാത്ത അത്രയും വലിപ്പത്തിൽ ആയിരുന്നു. യാഗത്തിന് ആവശ്യമായ അക്ഷതം, നവധാന്യങ്ങൾ, പാല്, എണ്ണ, പുഷ്പങ്ങൾ, നെയ്യ് തുടങ്ങിയവ മായ തന്റെ സിദ്ധിയാൽ അവർക്ക് നേടിക്കൊടുത്തു. യാഗം ആരംഭിച്ചു. അഗ്നികുണ്ഡത്തിൽ നിന്നും ഉയർന്നു പൊങ്ങിയ പുക സ്വർഗലോകം വരെ എത്തിച്ചേർന്നു. ദേവന്മാർ വരെ ഞെട്ടിവിറച്ചു. യാഗത്തിന് ഉറപ്പായും ദേവന്മാർ വിഘ്നം ഉണ്ടാക്കും എന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയ അസുരഗുരു ശുക്രാചാര്യർ അതിനെ തടയുവാനുള്ള എല്ലാ മന്ത്രങ്ങളും ശൂരപത്മനും അനുജന്മാർക്കും ഉപദേശിച്ചിരുന്നു. അങ്ങനെ യാഗം ആയിരക്കണക്കിന് വർഷങ്ങൾ നീണ്ടുനിന്നു. എങ്കിലും മഹാദേവൻ അവർക്ക് മുന്നിൽ പ്രത്യക്ഷനായില്ല. അവസാനം ശൂരപത്മൻ തൻ്റെ ശരീരഭാഗങ്ങൾ കുറെ വെട്ടി അഗ്നികുണ്ഡത്തിൽ സമർപ്പിക്കുവാൻ തുടങ്ങി. ഇത് കണ്ടുനിന്ന സിംഹമുഖൻ തൻ്റെ തലകൾ ഓരോന്നായി വെട്ടി അഗ്നിയിൽ സമർപ്പിക്കുവാൻ തുടങ്ങി. സിംഹമുഖൻ ഓരോ പ്രാവശ്യം തലകൾ വെട്ടുന്തോറും തലകൾ മുളച്ചുകൊണ്ടേയിരുന്നു. തുടർന്ന് താരകൻ തൻ്റെ ശിരസും അഗ്നിയിൽ സമർപ്പിക്കുവാൻ തുടങ്ങി. ഓരോ പ്രാവശ്യം ഛേദിക്കും തോറും വളർന്നുകൊണ്ടേയിരുന്നു. ചുറ്റുമുള്ള അസുര പടയും ഇതുതന്നെ ചെയ്യുവാൻ ആരംഭിച്ചു. അവസാനം യാതൊരു ഫലവും ഇല്ല എന്ന് കണ്ട ശൂരപത്മൻ തൻ്റെ ശരീരം മുഴുവൻ അഗ്നിയിലേക്ക് സമർപ്പിച്ചു. കണ്ടുനിന്ന അസുരപ്പടയ്ക്ക് അത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അവരും ഓരോന്നായി അവരെ തന്നെ അഗ്നിയിലേക്ക് സമർപ്പിക്കുവാൻ ആരംഭിച്ചു. അവസാനം സിംഹമുഖനും താരകാസുരനും തങ്ങളെ തന്നെ വലിയ സങ്കടത്തോടെ അഗ്നിയിലേക്ക് സമർപ്പിക്കുവാൻ ആരംഭിച്ചു.